സെയിൻ വേൾഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് പ്രിയമുള്ളവർക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വീട്ടുവിശേഷമൊക്കെ ആയിട്ട് നോർമലൊരു വീഡിയോയുമായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഇപ്പോൾ രാവിലെയും വൈകുന്നേരവും ഒക്കെ നല്ല മഴയുള്ള ദിവസമാണ്. രാവിലെ എല്ലാം കൂടെ ഒരു എടിപിടീന്നുള്ള തിരക്കാണ്. ഷോപ്പിലേക്ക് പോകണം, കുട്ടികളെ പറഞ്ഞയക്കണം. ഇപ്പം നമ്മൾ രാവിലെ തന്നെ ആദ്യമായിട്ട് ചെയ്യുന്ന പണിയാണ് ഡിഷ് വാഷറിന്ന് പാത്രങ്ങളൊക്കെ രാത്രി കഴുകാനിട്ടിട്ട് പോകുന്നതാണ് കേട്ടോ. അതൊക്കെ വൃത്തിയായി അതൊക്കെ സ്റ്റാൻഡിലെടുത്ത് വെക്കാറുള്ളത് രാവിലെയാണ്. പിന്നെ നമ്മൾ ചോറ് അടുപ്പിൽ വെച്ച് ചായ ഒരടുപ്പിലും വെച്ച് മൊത്തം 4 അടുപ്പിലായിട്ട് കുക്ക് ചെയ്യും രാവിലെ. എങ്കിലേ എനിക്ക് സ്കൂളിൽ പോകാനാവുന്ന സമയമാകുമ്പോഴേക്ക് എല്ലാം റെഡി ആവുകയുള്ളൂ. ഇന്ന് വെള്ളിയാഴ്ച ദിവസമാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് കൊറിയറില്ലാത്ത ദിവസമായതുകൊണ്ട് കുറച്ച് സാവധാനമാണ് നമ്മൾ ജോലിയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇതാ നമ്മൾ അമൂലിൻ്റെ ഈ ഒരു ബോക്സിലുള്ള പാല് ഉപയോഗിച്ചിട്ടാണ് ചായ ഉണ്ടാക്കുന്നത് കേട്ടോ. നല്ല ടേസ്റ്റാണ് ആ പാല് നമ്മൾ ചായക്ക് യൂസ് ചെയ്യാൻ. ഇന്ന് ദോശയും ചമ്മന്തിയാണ്. ചിക്കൻ കറി ഉണ്ടാക്കിയിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് അതും കൂട്ടി കഴിക്കാം. രാവിലെ തന്നെ നമ്മൾ ഉച്ചയിലേക്കുള്ള ഫുഡ് റെഡിയാക്കുന്നത് കൊണ്ട് അത് വേണ്ടവർക്ക് അതും കഴിക്കാം. ഞാൻ ദോശയും ചമ്മന്തിയാണ് കഴിക്കുന്നത്. ഏകദേശം ഒരു 10 മണിക്ക് ഉള്ളിലായിട്ട് വീട്ടിലെ ജോലികളൊക്കെ തീർക്കും. അപ്പോൾ എല്ലാവരും ചോദിക്കും എങ്ങനെയാണ് ഇത്ര സമയം കൊണ്ട് എല്ലാം കൂടെ മാനേജ് ചെയ്ത് മുന്നോട്ട് പോകാൻ കഴിയുന്നു എന്ന്. അത് എൻ്റെ വലിയൊരു കഴിവൊന്നും അല്ല കേട്ടോ. നമ്മൾ ഡിഷ് വാഷറിലാണ് പാത്രങ്ങൾ കഴുകുന്നത്, ഓട്ടോമാറ്റിക്കിൻ്റെ വാഷിംഗ് മെഷീനിലാണ് അലക്കുന്നത്. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാവുമ്പോൾ നമുക്ക് കുറച്ച് സമയം ലാഭിക്കാൻ പറ്റുമല്ലോ. പിന്നെ മഴക്കാലമായതുകൊണ്ട് തന്നെ ചെടികളൊക്കെ വല്ലാതെ ബുദ്ധിമുട്ടുന്നുണ്ട്. മഴ തട്ടിയാൽ ചീത്തയാവുന്ന ചെടികളൊക്കെ നമ്മളെടുത്ത് മാറ്റേണ്ട സമയമാണിപ്പോൾ. അതുപോലെ മുറ്റമൊക്കെ ഇടയ്ക്ക് നന്നായി വൃത്തിയാക്കാഞ്ഞാൽ എച്ചി പിടിക്കുന്ന ടെൻഷനുണ്ട്. പഴയ പോലെ എന്തായാലും ചെടികളൊന്നും ഇപ്പോൾ വീട്ടിലില്ല. കാരണം നമ്മൾ ഷോപ്പിലേക്ക് സെയിലാവുന്നതിനനുസരിച്ച് വീട്ടിൽ നിന്ന് പ്ലാന്റുകൾ കൊണ്ടുപോകുന്നത് കൊണ്ട് തന്നെ കൂടുതൽ ചെടികളൊന്നും ഇപ്പോൾ വീട്ടിലില്ല. എന്തായാലും മഴക്കാലം തീരുന്നതിന് മുമ്പായിട്ട് പുതിയ കുറച്ച് കളക്ഷനൊക്കെ വീട്ടിൽ സെറ്റ് ചെയ്യണമെന്ന് ഉദ്ദേശിക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ വീടൊക്കെ പൂട്ടി ഷോപ്പിലേക്ക് പോവുകയാണ് കേട്ടോ. ഷോപ്പിലേക്ക് എത്തിക്കഴിഞ്ഞാൽ വീട്ടിലുള്ളത് പോലെ തന്നെ ഓരോ ദിവസവും ജോലിയുണ്ട്. ചെടികളുടെ ഇലകളൊക്കെ തുടച്ചു കൊടുക്കണം, തറ ക്ലീൻ ആക്കണം, ഇങ്ങനെയുള്ള ജോലികളൊക്കെ ഉണ്ട്. ഫുൾ ടൈമും നമുക്ക് വീടും ഷോപ്പും ഒക്കെ ആയിട്ട് ബിസി തന്നെയാണ്. അതിനിടയിൽ നമ്മുടെ ഓൺലൈൻ സെയിലും പിന്നെ കടയിൽ വരുന്ന കസ്റ്റമറും ഒക്കെ മാനേജ് ചെയ്ത് വലിയ ബുദ്ധിമുട്ടില്ലാതെയൊക്കെ നമ്മൾ മുന്നോട്ട് പോകുന്നുണ്ട്. അഗ്ലോണിമ ചെടികൾ നമ്മൾ ഒരു 3 ദിവസം കൂടുമ്പോൾ അതിൻ്റെ ലീഫുകളൊക്കെ ഒന്ന് തുടച്ച് നന്നായി വൃത്തിയാക്കി വെക്കുക. വെറും വെള്ളത്തിൽ ശീല മുക്കി തുടച്ചാൽ തന്നെ ചെടിക്ക് നല്ല എനർജി ഉണ്ടാവും കേട്ടോ. അതുപോലെ ഇൻഡോർ പ്ലാന്റുകളിൽ പെട്ട ഒരു നല്ല പ്ലാന്റാണ് റെഡ് മിർച്ചി കേട്ടോ. നല്ല ഗ്രീൻ ലീഫുകൾ, നല്ല പ്ലാസ്റ്റിക് പോലെ തിളങ്ങുന്നതാണ് ഈ ഒരു ചെടിയുടെ പ്രത്യേകത. ഇതും അതുപോലെ ഫിഡിൽ ഫിഗൊക്കെ ഇപ്പോൾ നമ്മുടെ ഷോപ്പിൽ അവൈലബിൾ ആണ്. നമ്മളെ വീടിൻ്റെ ഹാളിൽ വരാന്തയിലൊക്കെ സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റിയ നല്ലൊരു പ്ലാന്റാണ്. നല്ല വളർന്ന് പന്തലിച്ച വൃക്ഷം പോലെയുള്ളൊരു ചെടിയാണ് കേട്ടോ ഇത്. ഫിഡിൽ ഫിഗും ഇതുപോലെ നല്ലൊരു ഭംഗിയുള്ള പ്ലാന്റാണ്. പിന്നെ നമ്മുടെ കയ്യിൽ കുറച്ച് വെറൈറ്റി പാമുകളും ബാക്കി എല്ലാം നമ്മുടെ കയ്യിൽ അഗ്ലോണിമ കലാത്തിയ പോലുള്ള കളർഫുള്ളായ ചെടികളാണ്. കുറഞ്ഞ എമൗണ്ട് സാൻസവേരിയ പ്ലാന്റുകളും നമ്മുടെ കയ്യിലുണ്ട്. അതുപോലെ തന്നെ 3-4 വെറൈറ്റി ഫെലഡൻഡ്രോൺ ചെടികളും അല്ലാത്ത ചെടികളൊക്കെ നമുക്ക് അഗ്ലോണിമകളാണ്. ഗോൾഡൻ ലിപ്സ്റ്റിക് പ്ലാന്റാണ് കേട്ടോ. ഗാർഡന് ഒരു ചുവപ്പ് കളറും ഗ്രീനും കൂടെ മിക്സ് ചെയ്തത് കൊണ്ട് തന്നെ നല്ല ഭംഗി കൊടുക്കുന്നൊരു പ്ലാന്റാണ് ഇത്. റിഫ്ലക്ടർ പ്ലാന്റ് അത്യാവശ്യം നല്ല എനർജറ്റിക് ആയിട്ടുള്ള ഗ്രീനിൽ നല്ല ഭംഗിയുള്ള പ്ലാന്റ്.
ഇനിയുള്ളത് ലെഗസി പ്ലാന്റ് ആണ് കേട്ടോ. നല്ല ബുഷിയായിട്ട് വന്ന പ്ലാന്റ് ആണ്. നല്ല ഭംഗിയുണ്ട് ഇത് കാണാനായിട്ട്. ഇപ്പം ഞാൻ കാണിക്കുന്ന ഈ പ്ലാന്റുകളൊക്കെ നമ്മുടെ ഓൺലൈൻ സെയിലിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള പ്ലാന്റുകളാണ് കേട്ടോ. ആവശ്യമുള്ളവർ ഞാൻ സ്ക്രീനിൽ നമ്പർ കൊടുക്കുന്നുണ്ട്. അതിൽ വാട്സപ്പ് മുഖേന മാത്രം ബന്ധപ്പെടുക. കലാത്തിയ പീക്കോക്ക്, കലാത്തിയ റാറ്റൽ സ്നേക്ക് എന്നീ ചെടികളൊക്കെ ഇപ്പോൾ അവൈലബിൾ ആണ്. ഇനിയുള്ളത് റെഡ് പിക്കോക്കാണ് കേട്ടോ. ഇത് വളരും തോറും ഈ ലീഫുകൾ റെഡ് കളർ കൂടി വരുന്ന ചെടിയാണ്. നല്ല ബുഷിയായിട്ടുള്ള പ്ലാന്റ് ആണ് നമ്മുടെ കയ്യിൽ സെയിലിനുള്ളത്. ഇനി നമ്മൾ കാണിക്കുന്നത് ഗ്രീൻ ലെഗസിയാണ് കേട്ടോ. നമ്മൾ കണ്ട പിങ്ക് ലെഗസിയുടെ ഗ്രീൻ വെറൈറ്റിയാണ് ഇത്. ഇത് നല്ല ഭംഗിയുള്ള പ്ലാന്റ് തന്നെയാണ്. ഇനി സ്റ്റാർഡസ്റ്റ്, നല്ല ഭംഗിയുള്ള ഗാർഡനിൽ നിർബന്ധമായിട്ടും നട്ട് വളർത്തേണ്ട പ്ലാന്റാണ് സ്റ്റാർഡസ്റ്റ്. ഒരുപാട് ആളുകൾ ചോദിച്ച സ്റ്റാർഡസ്റ്റും നമ്മുടെ ഓൺലൈൻ സെയിലിൽ അവൈലബിൾ ആണ് കേട്ടോ. അതേപോലെ തന്നെ ആന്തൂറിയം ചെടികൾ മറ്റുള്ള കളറുകളെല്ലാം ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയിട്ടുണ്ട്. ഇനി 3 കളറുകൾ മാത്രമാണ് നമുക്ക് ബാക്കിയുള്ളത് കേട്ടോ. ലൈറ്റ് പിങ്ക്, ഓറഞ്ച്, റെഡ്, വൈറ്റ്, 4 കളറുകൾ അതാണിപ്പോൾ ഇനി നമുക്ക് ബാക്കിയുള്ളത്. ഈ കളറുകൾ ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് മുഖേന മാത്രം കോൺടാക്റ്റ് ചെയ്യുക. ഇനി അതുപോലെ വൈറ്റും ഗ്രീനും എല്ലാം കൂടെ മിക്സായൊരു അഗ്ലോണിമ ചെടിയാണിത് കേട്ടോ. നല്ല ഹെൽത്തി ആയ പ്ലാന്റാണ്, നല്ല ഭംഗിയുള്ള പ്ലാന്റാണ്. ഇത് നമ്മുടെ ഓൺലൈൻ സെയിലിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ട്. ഇനി അതുപോലെ തന്നെ നല്ല ഹെൽത്തി ആയ നല്ല ഭംഗിയുള്ള പ്ലാന്റാണ് ബോക്സർ പ്ലാന്റ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ട്. ആവശ്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്യുക. 10 കാരറ്റ് പോലെ തന്നെ, അതുപോലെ സെൻസ്റ്റാർ പ്ലാന്റ് പോലെയൊക്കെ തന്നെ നല്ല വളർച്ച വന്ന് നല്ല വലിപ്പമുള്ള ലീഫുകളായി വരുന്ന ചെടിയാണ് ബോക്സർ. അതുപോലെ തന്നെ വ്യത്യസ്തമായ മറ്റൊരു പ്ലാന്റാണ് സിൽവർ സ്പ്ലാഷ്. ഇതും നമ്മുടെ ഓൺലൈൻ സെയിലിൽ അവൈലബിൾ ആണ്. ഇനി നമ്മൾ കാണുന്ന പ്ലാന്റാണ് പിങ്ക് ലിപ്സ്റ്റിക്ക്. ഈ പിങ്ക് ലിപ്സ്റ്റിക്ക് പ്ലാന്റും ഗോൾഡൻ ലിപ്സ്റ്റിക്കും ഒക്കെ കളറുകളിൽ വ്യത്യാസമുള്ള പ്ലാന്റുകളാണ്. പിന്നെ നമ്മുടെ കയ്യിൽ എല്ലുപൊടി, വെർമിക്കുലേറ്റ്, പെർലൈറ്റ്, ക്ലേബോൾ, ചാണകപ്പൊടി എന്നിവയെല്ലാം വന്നിട്ടുണ്ട് കേട്ടോ. കഴുകി ഉണക്കി റെഡിയാക്കിയ ചകിരിച്ചോറൊക്കെ നമ്മൾ പാക്ക് ചെയ്ത് റെഡിയാക്കിയിട്ടുണ്ട്. ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് മുഖേന മാത്രം കോൺടാക്റ്റ് ചെയ്യുക. എന്തായാലും ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കുറച്ച് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തി ചെടികളെയും പരിചയപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാവരും കൂടെ ഉണ്ടാവണം. എല്ലാവരുടെ സപ്പോർട്ടും സഹകരണവും ഒക്കെ പ്രതീക്ഷിച്ചുകൊണ്ട് എല്ലാവർക്കും നന്ദി, നമസ്കാരം. വീഡിയോ കാണുന്നവരിൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.